പാശാങ്കുശാപൂപ 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 കപിത്ഥജംബൂ പാശാങ്കുശാപൂപ കപിത്ഥജംബൂ ജംബൂന്ന് ദീർഘം വേണ്ട കപിത്ഥജംബൂ പാശാങ്കുശാപൂപ കപിത്ഥജംബൂ സ്വദന്ത സ്വദന്ത ശാലീക്ഷുമപി സ്വദന്ത ശാലീക്ഷുമപി സ്വദന്ത ശാലീക്ഷുമപി പാശാങ്കുശാപൂപ കപിത്ഥജംബൂ സ്വദന്ത ശാലീക്ഷുമപി സ്വഹസ്തൈഃ 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 പാശാങ്കുശാപൂപ കപിത്ഥജംബൂ സ്വദന്ത ശാലീക്ഷുമപി സ്വഹസ്തൈഃ ധത്തേ സദാ ധത്തേ സദാ അതെ ധത്തേ സദാ യസ്തരുണാരുണാഭ ധത്തേ സദാ യസ്തരുണാരുണാഭ ഹായാത്സ 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 യുഷ്മാംസ്തരുണോ യുഷ്മാംസ്തരുണോ ഗണേശ ഹായാത്സ യുഷ്മാംസ്തരുണോ ഗണേശ ഹായാത്സ യുഷ്മാംസ്തരുണോ ഗണേശ ഹായാത്സ യുഷ്മാംസ്തരുണോ ഗണേശ പാശാങ്കുശാപൂപ കപിത്ഥജംബൂ സ്വദന്ത ശാലീക്ഷുമപി സ്വഹസ്തൈഃ ധത്തേ സദാ യസ്തരുണാരുണാഭ ഹായാത്സ യുഷ്മാംസ്തരുണോ ഗണേശ. അപ്പൊ ഇതാണ് ഗണപതിയുടെ ധ്യാനമായിട്ട് വരുന്നത്, തരുണ ഗണപതിയുടെ ധ്യാനം. അപ്പൊ കൈകളിൽ എന്തൊക്കെയുണ്ട്? സ്വഹസ്തൈ, സ്വന്തം കൈകളെ കൊണ്ട് എന്തൊക്കെ ധരിച്ചിട്ടുണ്ട്? പാശം, അങ്കുശം, അപൂപം, കപിത്ഥം, ജംബു, സ്വദന്തം, ശാലി, ഇക്ഷു, ഇങ്ങനെ 8 എണ്ണം. വ്ളാർ എന്ന് പറഞ്ഞ അതാണ് വ്ളാർ. വിളാമ്പഴം വ്ളാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ നക്ഷത്ര ഇതിൽപ്പെട്ട വ്ളാർ, വിളാർ മരം, അതാണ്. അപ്പൊ പാശം, അങ്കുശം, അപൂപം, അപ്പം, കപിത്ഥം എന്ന് പറഞ്ഞാല് ഈ വ്ളാർ എന്ന് പറഞ്ഞത്. ജംബു, ജംബു എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാവൽ. ഞാവൽ. പിന്നെ സ്വദന്തം, കൊമ്പ്. ശാലി, നെല്ല്. ഇക്ഷു, കരിമ്പ്. ഇതൊക്കെ സ്വന്തം ഹസ്തങ്ങളെ കൊണ്ട് ഭക്തേ ധരിച്ചിട്ടുണ്ട്. സദാ, പിന്നെ എല്ലായ്പ്പോഴും യഹ്
തരുണാരുണാഭ, തരുണ അരുണ ആഭ, തരുണനായിട്ടുള്ള അരുണന്റെ ആഭത്തോടു കൂടിയാണ്. അരുണൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, തരുണനായിട്ടുള്ള അരുണൻ എന്ന് പറഞ്ഞാൽ, തരുണൻ എന്ന് പറഞ്ഞാൽ ബാലനാണ്. അപ്പൊ ബാലനായിട്ടുള്ള സൂര്യൻ, ബാലസൂര്യൻ, ബാലസൂര്യന്റെ ശോഭയോടുകൂടിയാണ്. അപ്പൊ നല്ല ചുവപ്പ് നിറന്നർത്ഥം, ഉദിച്ച് വരുമ്പോൾ ഉള്ള സൂര്യന്റെ നിറത്തോടു കൂടിയ ആയിട്ടുള്ള ഗണേശ. ആ ഗണേശൻ യുഷ്മാൻ, അങ്ങനെ ആയിട്ടുള്ള തരുണ ഗണേശ, തരുണ ഗണപതി യുഷ്മാൻ ഹായാൽ, നിങ്ങളെല്ലാവരെയും രക്ഷിക്കട്ടെ എന്നുള്ള അർത്ഥം. പാശാങ്കുശാപൂപ കപിത്ഥജംബു സ്വദന്തശാലീക്ഷുമഭിസ്വഹസ്തൈഃ ധത്തേ സദായ തരുണാരുണാഭ ഹായാത്സയുഷ്മാം തരുണോ ഗണേശ. ഇതില് ഹായാൽ എന്നുള്ള വാക്കിന്റെ ക്രിയയുടെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ഗണപതി നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഉദ്ദേശമായിട്ട് വരുന്നത്. കൃത്യമായിട്ടുള്ള ക്രിയയുടെ അർത്ഥം ഒന്നുകൂടി നോക്കണം. ആയിക്കോട്ടെ. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളതിൽ നിന്ന് എടുക്കാം. ഏതായാലും ഇത് നിർത്തിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.